ഹലോ, എൻ്റെ പേര് ശ്യാം. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഹെയർക്രാഫ്റ്റിലാണ്. എനിക്ക് +2 കാലഘട്ടം തൊട്ട് തന്നെ എൻ്റെ മുടി വളരെയധികം കൊഴിഞ്ഞു പോയി തുടങ്ങിയിരുന്നു. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, എൻ്റെ ഈ ഭാഗം വരെ മുടി പോയിട്ടുണ്ട്. എണ്ണ യൂസ് ചെയ്തുകൊണ്ടോ ഷാമ്പു യൂസ് ചെയ്തുകൊണ്ടോ ഇനി അത് തിരിച്ചു വരില്ല, പോയ മുടി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഇതിന് മെയിനായിട്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചത്. അങ്ങനെ ഞാനൊരു ദിവസം ഇവരെ നമ്പർ കോൺടാക്ട് ചെയ്ത് ഇവരെ വിളിച്ച് ഞാൻ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അവരെന്നോട് ഒരു ദിവസം കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു, അവരെ ഡോക്ടറുമായിട്ട് കണ്ടു. 1 മണിക്കൂറോളം എനിക്ക് ഞാനുമായിട്ട് സംസാരിച്ചു. ആ സംസാരത്തിൽ നിന്ന് ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയി. പിന്നെ കുറേ പേഷ്യൻസ് ഇവിടെ വരുന്നത് കണ്ടു, അവർ പോകുന്നത് കണ്ടു, റിസൾട്ടുകൾ എല്ലാം തന്നെ വളരെയധികം എനിക്ക് ഗുണകരമായി തോന്നി. അങ്ങനെയാണ് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ഇന്നും നാളെ ആയിട്ടാണ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ പ്രൊസീജിയറിന് കയറാൻ പോവാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഹലോ, ഇതേ കാലത്ത് തൊട്ടിൽ കയറിയതാണ്. ഇതേ കഴിഞ്ഞ് ഇതിപ്പോൾ വന്നേ ഉള്ളൂ. കയറുമ്പോഴൊരു പേടി, എൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ പേടി ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു. ഹലോ, ഞാൻ അതേ സെക്കൻഡ് പ്രൊസീജിയറിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് വീട്ടിലേക്ക് പോയതിന് ശേഷം കുറച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ തല ഷെയ്ക്ക് ചെയ്യാണ്ട് കിടക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കിടന്നു. വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് മെഡിസിനൊക്കെ കഴിച്ചതിന് ശേഷം നല്ല സുഖമായി തന്നെ കിടന്നുറങ്ങി. നേരം വെളുത്ത് എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ സാധാരണ പോലെ കഴിച്ച് സെക്കൻഡ് പ്രൊസീജിയറിന് വേണ്ടിയിട്ട് ഊട്ടിയിലേക്ക് കയറാൻ പോവുകയാണ്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞതേ വന്നേ ഉള്ളൂ. പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര കംഫർട്ടായിരുന്നു. ഡോക്ടേഴ്സായാലും നഴ്സുമാരായാലും ഭയങ്കരമായിട്ട് വളരെയധികം തന്നെ എൻ്റെ അടുത്ത് എല്ലാ കാര്യത്തിനും കൂടെ നിന്നിരുന്നു. ഒരു ടെൻഷനും കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. 7 ദിവസം കഴിഞ്ഞിട്ടാണ് ഹെഡ് വാഷ് ചെയ്യാനുള്ളത്. ഞാൻ സമയത്തിന് വന്നാൽ മതി. 2 ദിവസം, ലൈഫ് ടൈം ഒന്നല്ല, 2 ദിവസത്തേക്ക് മാത്രമേ മെഡിസിനുള്ളൂ. അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിക്കേണ്ട കാര്യമില്ല മെഡിസിനൊന്നും. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ചെയ്തുകൊണ്ട് നമുക്ക് സൈഡ് എഫക്റ്റ് കാര്യങ്ങളോ മറ്റോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മുടി കൊഴിച്ചില്ല, അതേപോലെ തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഹെയർക്രാഫ്റ്റിനെ സമീപിക്കാം. താങ്ക് യു ഹെയർക്രാഫ്റ്റ്.